എന്തിനും മടിക്കാത്ത ജോർജിനെ ഭയപ്പെടണം. ആ ബോൺ ക്രിമിനലായ മാർക്കോ. ഈ ഡയലോഗ് നമ്മൾ ആരും മറന്നിട്ടില്ല. ഈ വളരെ അടുത്തിടെ നമ്മൾ കേട്ട ഒരു ഡയലോഗാണല്ലേ. ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്നൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചില സിനിമകൾ, ചില അഡിക്ഷനുകൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഇവയെല്ലാം തന്നെ മനുഷ്യനെ അല്ലെങ്കിൽ യുവാക്കളെ, കുഞ്ഞുങ്ങളെ ഒക്കെ വളരെ അധികമായി ബാധിച്ചു എന്നുള്ളത് ഇപ്പോൾ കാണുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ലോകത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, ഈ കോവിഡിന് ശേഷം സംഭവിക്കുന്നത്, ഈ കോവിഡിൻ്റെ അനന്തരഫലത്തിനോട് കൂടി സംഭവിക്കുന്നത്, നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്നതും നാം ചിന്തിക്കേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ മാർക്കോ എന്ന് പറയുന്ന ഈ സിനിമയിലൂടെ ജനത്തിന് കൈമാറിയ ഒരു വയലൻസ്, ആ സിനിമ നിർമ്മിച്ച ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന നിർമ്മാതാവ് ഇപ്രകാരം പറയാനിടയായി: ഇനി ഞാനൊരു വയലൻസിൻ്റെ പടം ഞാൻ ഇറക്കുകയില്ല, അല്ലെങ്കിൽ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമ ഞാൻ ഇനി തയ്യാറാക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇച്ചിരി കടുത്തതാണ്. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ വളരെയധികമായി ഇമ്പാക്റ്റ് ചെയ്യുകയും കുഞ്ഞുങ്ങളുടെ ഉള്ളിലൊരു വയലൻസ് കടന്നു കയറുകയും ഉണ്ടായി. പ്രജിൻ മുതൽ ഇന്ന് വരെ നാം കേൾക്കുന്ന വാർത്തകൾ അതിനൊരു ഉദാഹരണമാണെന്ന് ഒരുപക്ഷെ നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അധികമായി ചിലതിലേക്ക് ബന്ധിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്, അതിന് ഇപ്രകാരം ഒരു നാമം നൽകിയിട്ടുണ്ട്: സോൾ ടൈ. ആത്മാവിനെ ബന്ധിപ്പിക്കുക എന്നതിന് ഒരു പേരുണ്ട്. നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസിനെ ബന്ധിപ്പിച്ച് കളയുന്ന ഒരു പ്രവൃത്തി നമ്മുടെ എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്നുണ്ട്. ഈ സോൾ ടൈ അല്ലെങ്കിൽ ആത്മാവിനെ ബന്ധിപ്പിക്കുന്നത് ഒരുപക്ഷെ വളരെ അതിതീവ്രമായ അല്ലെങ്കിൽ ഒരു മനുഷ്യന് താങ്ങാവുന്നതിനും അധികമായ ഒരു കണക്ഷനിലേക്ക്, ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിലേക്ക് ഈ സോൾ ടൈ കൊണ്ടെത്തിക്കുന്നു. അതെ, നാം കാണുന്ന ഈ ലോകത്ത് കാണുന്ന ഓരോ പ്രശ്നങ്ങളും, ഈ 2K കിഡ്സ് അല്ലെങ്കിൽ നാം ഇപ്പോൾ പറയുന്ന ഈ കുഞ്ഞു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും സോൾ ടൈയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. എന്താണ് ഈ സോൾ ടൈ എന്നതിനെക്കുറിച്ചുള്ള ഒരു പരമ്പരയായിരിക്കും നമ്മുടെ വീഡിയോ ഇനിയുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. തീർച്ചയായും തുടർമാനമായി നമ്മൾ നൽകുന്ന ഇൻഫർമേഷനുകളും പുതിയ വാർത്തകളും നിങ്ങൾക്ക് അത് ഒരു ഉപയോഗപ്രദമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. സോൾ ടൈ എന്ന് പറയുമ്പോൾ ഇതൊരു ടോക്സിക് ആണ്, അല്ലെങ്കിൽ ഇതൊരു വിഷ പദാർത്ഥം അടങ്ങിയ ഒന്നാണ്. എല്ലാ സോൾ ടൈകളും ഇത്തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ളതല്ല. സോൾ ടൈകൾ ഹെൽത്തിയുമുണ്ട്, അതുപോലെ തന്നെ അൺഹെൽത്തിയുമുണ്ട്. ഇവിടെ സോൾ ടൈ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഡിപ്രഷൻ, ആൻസൈറ്റി, അഡിക്ഷൻ, അതുപോലെ മാരിറ്റൽ ഡിസ്കോർഡ്സ്. ഇവിടെ മാനസികമായിട്ട് നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ ആഴത്തിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ സോൾ ടൈ ഉണ്ടോ, നിങ്ങൾ സോൾ ടൈയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ എന്ന് അനലൈസ് ചെയ്യേണ്ട സമയമാണിപ്പോൾ. ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ എമോഷണലി ചില കാര്യങ്ങളുമായി ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡിപ്രഷനും ആൻസൈറ്റിയും അതുപോലെ തന്നെ അഡിക്ഷനുകളും എല്ലാം. ഈ അഡിക്ഷനിലേക്ക് കുഞ്ഞുങ്ങളെ ആകട്ടെ ഏവരെയും കൊണ്ട് എത്തിക്കുന്നതിൻ്റെ മെയിൻ ഒരു കാര്യമാണ് എമോഷൻ. നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ ആഗ്രഹം, അതിനെ ഡിസയർ എന്ന് പറയാം, ഒരുപക്ഷെ വിഷമങ്ങളായിരിക്കാം, എന്തും തന്നെ അതിന് നമുക്ക് ഉൾപ്പെടുത്തി പറയുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സോൾ ടൈ നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഡിപ്രഷൻ വന്നുകൂടുന്നത്. ഈ സോൾ ടൈയിൽ നിങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആൻസൈറ്റി ഉണ്ടാകുന്നത്. ഈ സോൾ ടൈ നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഒരു സമാധാനത്തിൻ്റെ കേട് ഉണ്ടാകുന്നത്. ഈ സോൾ ടൈ നിങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങളെ തന്നെ നിങ്ങൾ ഒന്ന് വിലയിരുത്തുക. ഇനി ഈ സോൾ ടൈ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റിലേഷൻ അല്ല. ഇവിടെ നമുക്ക് ഈ ശാരീരികമായിട്ട് കാണുന്ന ഒരു ടൈ അല്ല, അല്ലെങ്കിൽ ഒരു ബന്ധനമല്ലത്. അതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു ആത്മാവിൻ്റെ ഒരു സ്പിരിച്വൽ ടൈ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആത്മീയ ബന്ധനമാണ് അവിടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ആത്മാവിന്, ഇനിയും കുറച്ചും കൂടി ലളിതമായി പറയുകയാണെങ്കിൽ കോൺഷ്യസ്നെ, നമ്മുടെ ഈ ചിന്താമണ്ഡലത്തെ അതിൽ കൂടുതലായി നമ്മുടെ ശരീരത്തിൽ നമ്മളെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ ടെംപ്ടേഷനുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഉത്തേജനങ്ങൾ, നമ്മളുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ നാം സോൾ ടൈയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്.
ഈ സോൾട്ടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിലയിരുത്തുമ്പോൾ ഇവയുണ്ടോ എന്ന് നോക്കുക. ഒരു സ്വസ്ഥതയില്ലായ്മ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളിൽ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ മനോവൃതമോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തയെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരു ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. അങ്ങനെയെങ്കിൽ ഒരു സോൾട്ടയിൽ നിങ്ങളിപ്പോൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സോൾട്ടൈ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തൻ്റെ കൺട്രോളിലല്ലാതെ താനല്ല പിന്നീട് ആ മനുഷ്യനെ അല്ലെങ്കിൽ തങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന നിലയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഈ സോൾട്ടയാണ് ഇന്ന് ഈ ലോകത്ത് സംഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു പരമപ്രധാനമായ പ്രശ്നം. ഈ സോൾട്ടയെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗൂഗിളുകളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വളരെ മർമ്മപ്രധാനമായി പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിനെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഇമോഷണലി ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ ആഗ്രഹം ചെറുപ്രായം മുതൽ തന്നെ കുഞ്ഞുങ്ങളിൽ അത് വളർന്നു വരുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുന്നത്. ഇന്ന് നാം ലോകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ 2K കിഡ്സ് എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ആൽഫ അല്ലെങ്കിൽ അടുത്ത് ജെൻസെഡ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളിലേക്ക് നാം ഇനി മനസ്സിലാക്കി കൊടുക്കേണ്ടുന്നതും അവരെ അതിൽ നിന്ന് വിമുക്തരാക്കേണ്ടതുമായ ഒരു കാര്യമാണ് സോൾട്ടെ. അവരിത്തരത്തിലുള്ള ബന്ധനത്തിൽ പോയി ബന്ധിക്കപ്പെടരുത് എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്, അതൊരു കടമയാണ്. ഇനി ഇവിടെ കാണുവാൻ സാധിക്കുന്ന ഈ സോൾട്ടൈ പിന്നീട് നയിക്കുന്നത് ആത്മാവിൽ തന്നെ ഒരു ബന്ധനത്തിലേക്ക് കൊണ്ട് നയിക്കും. അതിനെ സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഇതാണ് ഇതിൻ്റെ സ്പെല്ലിംഗ്. സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെ പൈശാചികത്വമായി അല്ലെങ്കിൽ പൈശാചിക തലത്തിലേക്ക് ഇതിനെ ബന്ധിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നാം എല്ലാം ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണ്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് സ്പിരിച്വൽ സ്പൗസ് എന്നാണ്. കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാക്കായി ഒരുപക്ഷെ തോന്നാം. സ്പിരിച്വൽ, ആത്മീയതരമായുള്ള ഒരു ഭാര്യത്വം എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നിയെങ്കിലും ഇത് ഒരു സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയുന്നത് ഒരു ആത്മീയത്വമല്ല, ഇത് പൈശാചികത്വമാണ്. പിശാചിൻ്റെ ഭാര്യയായി അല്ലെങ്കിൽ പിശാചിൻ്റെ ഒരു സ്പൗസായിട്ട് നമ്മെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സ്പിരിച്വൽ സ്പൗസ്. സോൾട്ടയിൽ അൺഹെൽത്തിയായി ബന്ധിക്കപ്പെടുന്ന വ്യക്തികളെ പിശാച് ഒരു സ്പിരിച്വൽ സ്പൗസായി നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ ഒരു ആരംഭഘട്ടമാണ് ഈ സോൾട്ടൈ എന്ന് പറയുന്നത്. സോൾട്ടയിൽ എമോഷണലി നമ്മളെ ബന്ധിക്കുകയും എമോഷനിൽ നിന്ന് നമ്മളെ വീണ്ടും അടുത്ത തലത്തിലേക്ക് സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പൈശാചികത്തിൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ ഒരു ലിറ്ററൽ മീനി എടുക്കുകയാണെങ്കിൽ പിശാചിൻ്റെ ഭാര്യ എന്ന രീതിയിൽ പിശാചിൻ്റെ അധികാരം നമ്മളിൽ ചെലുത്തുമ്പോൾ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് പിന്നീട് കൺട്രോൾ ചെയ്യുന്നത് പിശാചായിരിക്കും. പിശാചിൻ്റെ കൺട്രോൾ നാം അടിമത്തിലായി കഴിയുമ്പോൾ പിശാച് എന്തൊക്കെ പറയുന്നോ അതിലേക്ക് നാം ചെയ്യുന്നു, പിശാച് എന്തൊക്കെ നമ്മളിൽ ചെലുത്തുന്നോ അതിലേക്ക് നാം നയിക്കപ്പെടുന്നു. അത്തരത്തിൽ സ്പിരിച്വൽ സ്പൗസിലേക്ക് നമ്മുടെ തലം ചേഞ്ച് ആയോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. അതോ നിങ്ങളിപ്പോൾ ഇമോഷണലി അല്ലെങ്കിൽ സോൾട്ടയിൽ തന്നെയാണോ, അതോ സ്പിരിച്വൽ സ്പൗസ് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ കടന്നുവോ എന്ന് നിങ്ങളെ തന്നെ വിലയിരുത്തുക. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ചില ബന്ധങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ട് നിങ്ങൾ സ്പിരിച്വൽ സ്പൗസ് പറയുന്ന തലത്തിലേക്ക് കയറിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും സോൾട്ടയിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ബന്ധനത്തിൽ തന്നെയാണോ നിൽക്കുന്നത്, നിങ്ങളുടെ തലത്തെ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. നിങ്ങൾ ഇമോഷണൽ ടൈലാണോ അതോ സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് കടന്നുവോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്പിരിച്വൽ സ്പൗസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പൈശാചികത്തിലേക്ക് നിങ്ങളുടെ തലം മാറിയെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡിമോണിക് അല്ലെങ്കിൽ ഒരു പൈശാചിക ബന്ധനവും പൈശാചിക നിയന്ത്രണവും നിങ്ങൾ കാണുവാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ സമൂഹത്തിൽ മാതാപിതാക്കളോട് റെസ്പോണ്ട് ചെയ്യുന്നത്, സമൂഹത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, നിങ്ങളെ തന്നെ വിലയിരുത്തുന്നത്, നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവണതകൾ, ഇവയെല്ലാം നിങ്ങളെന്ത് വിലയിരുത്തുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് മറ്റൊരു വ്യക്തിയിലൂടെയല്ല അതിന് സാധ്യത, നിങ്ങളിൽ തന്നെയാണ്. അവരവർ ചിന്തിക്കുക, എനിക്കിതിൽ നിന്ന് പുറത്തു വരണമോ വേണ്ടയോ എന്നുള്ളത്. നാം ആദ്യം സംസാരിച്ച പോലെ മാർക്കോ എന്ന് പറയുന്ന ഈ സിനിമ, നമുക്ക് ഈ ഒരു സിനിമയുടെ ഈ പേര്, ഈ മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു നാമം നമുക്ക് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ലൂസിഫർ എന്ന് പറയുന്ന ഒരു TV സീരിയലിലെ ഒരു കഥാപാത്രത്തിന് ഉണ്ടായിരുന്ന പേരാണ് മാർക്കോ. ആ ചിത്രവും നമ്മൾ ഈ ലൂസിഫർ എന്ന് പറയുന്ന ഈ പേരും ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏവർക്കും കേൾക്കുമ്പോൾ അറിയാം ആരാണ് ലൂസിഫർ, എന്താണ് ലൂസിഫർ എന്നുള്ളത്. പിശാചിൻ്റെ പേരാണ് ലൂസിഫർ. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ചിന്ത വരാം, അദ്ദേഹം പിശാച് ആയിരുന്നു. പിശാച് അല്ലായിരുന്നു, അദ്ദേഹം ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. എന്നാൽ
തന്നിലുണ്ടായ ചില മാറ്റങ്ങൾ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. തന്നിലുണ്ടായ ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ പ്രൈഡ്, തന്നിലുണ്ടായ അഹംഭാവം, ദൈവത്തിനെ കാട്ടിലും ഉയർന്ന നിലയിലേക്ക് എത്തണമെന്നുള്ള ഉണ്ടായ ചിന്തകൾ, ഈ ചിന്തകളാണ് അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലത്തെ മാറ്റിക്കളഞ്ഞത്. അങ്ങനെ തൻ്റെ പദവി അവിടെ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു കോപത്തിലാണ് ലൂസിഫർ എന്ന് പറയുന്ന ഒരു പിശാച് അല്ലെങ്കിൽ പൈശാചികത്വ നിയന്ത്രണം അദ്ദേഹത്തിൽ നിന്ന് ഉരുവാകുന്നത്. ഇപ്പോഴും ഈ ലോകത്തെ പൈശാചികത്വമായി പിടിച്ചടക്കുന്ന ഒരു ശക്തിയാണ് ലൂസിഫർ. ഈ ലൂസിഫർ എന്ന പേര് ഇന്നത്തെ തലമുറ വളരെ അധികമായി ഏറ്റെടുത്തു. എങ്ങനെ? നാം ആദ്യം സംസാരിച്ച പോലെയുള്ള സിനിമകളും മറ്റു തരത്തിലുള്ള ഗെയിമുകളും, അതേ കുഞ്ഞുങ്ങൾക്ക് കാണുവാൻ ആഗ്രഹിക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് കാണുവാൻ വളരെ ഇമ്പമുള്ള പാട്ടുകൾ, ഇവയെല്ലാം തന്നെ ലൂസിഫറിൻ്റെ ആധിപത്യം ഇന്നത്തെ തലമുറകളിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ അത് വിതയ്ക്കുവാനിടയായിത്തീർന്നു. അതാകുന്നു ഇന്നത്തെ പല പ്രശ്നങ്ങളുടെയും മൂല കാരണം. അവിടെ നിന്ന് ആരംഭിച്ചതാണ് സിനിമകളും ഈ പറയുന്ന മീഡിയകളും. ഇവയെല്ലാം തന്നെ ഇതിനൊരു ഉദാഹരണം തന്നെയാണ്. ഈ സോൾട്ടയിലേക്ക് കുഞ്ഞുങ്ങളെ നയിച്ചതും ഈ സമൂഹത്തെ നയിച്ചതും, കുഞ്ഞുങ്ങളെ മാത്രമല്ല, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, പ്രായമായ എൽഡേഴ്സായവർ ഏവർക്കും ഈ സോൾട്ടൈ ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഈ ലൂസിഫർ എന്ന് പറയുന്ന ഈ ഒരു സീരീസിലെ ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന മാർക്കോ. ആ മാർക്കോ എന്ന് പറയുന്ന അതേ പേരാണ് ഇന്നിതാ മലയാള ചിത്രത്തിൽ മാർക്കോ എന്ന് പറയുന്ന ഒരു പടം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആക്ടർ അഭിനയിച്ചുകൊണ്ട് ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് നിർമ്മിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ആ സിനിമ പല ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ്. വയലൻസിൻ്റെ ഒരു അധികമായ ഒരു മൂർച്ച അവസ്ഥ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് മോഹൻലാൽ അഭിനയിച്ച ലൂസിഫർ എന്ന സിനിമ നമ്മൾ ഏവരും കണ്ടതാണ്. അപ്പോൾ ഈ പേരുകളാണ്, ഞാൻ പടത്തെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ആ സിനിമയെ ആക്ഷേപിക്കുക ചെയ്യുകയല്ല, എന്നാൽ ആ നാമം എടുക്കുന്നതിന്, ആ ഒരു പേര് അവർ സെലക്ട് ചെയ്തതിന് പിന്നിൽ ഒരുപക്ഷെ പൈശാചികത്തിൻ്റെ ഒരു കൈ ഉണ്ട് എന്ന് തന്നെ നാം മനസ്സിലാക്കണം. അതൊരു നിഗൂഢമായ ഒരു വാസ്തവമായ കാര്യമാണ്. ഒരുപക്ഷെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഈ സിനിമകൾ ഇറങ്ങിയതിന് ശേഷം കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയെല്ലാം വിലയിരുത്തുമ്പോൾ ഒരു പൈശാചികത്തിൻ്റെ കരം അതിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോൾട്ടയിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതിൻ്റെ മുമ്പിൽ ആക്കപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് മാറി ഈ ഇത്തരത്തിലുള്ള ലഹരികൾക്കോ അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഒറ്റപ്പെട്ട അവസ്ഥ, ഇതിനെയൊക്കെ സ്നേഹിക്കുവാൻ നിങ്ങൾ ആരംഭിച്ചുവെങ്കിൽ നിങ്ങളും ഒരു സോൾട്ടയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇവയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് നമുക്ക് വഴിയുണ്ട്. ഈ സോൾട്ടയെ പൊട്ടിക്കുവാൻ അല്ലെങ്കിൽ അൺഹെൽത്തിയായ ഈ സോൾട്ടയെ നിങ്ങൾക്ക് മാറ്റുവാനായിട്ട് ഒരു വഴി, നിങ്ങളൊരു ഹെൽത്തിയായ ഒരു സോൾട്ടയെ നിങ്ങൾ ഉളവാക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യമായ കാര്യമാണ് ഡിവോട്ട് യുവർ സെൽഫ്, അതായത് നമ്മെ തന്നെ അർപ്പിക്കുക. എവിടെയാണ് അർപ്പിക്കേണ്ടത്? ഒരു ഗുഡ് ഹെൽത്തി സോൾട്ടയിന് വേണ്ടി നമ്മളെ തന്നെ അർപ്പിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ കൂട്ടുകാരെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സോൾട്ടൈ എന്ന് പറയുന്ന ഈ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഒരിക്കലും അത് ഒരു ആത്മീയമായ ഒരു നല്ല നിലയിൽ നിന്ന് വരുന്നതല്ല, അതൊരു നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ നമ്മളെ അർപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തിലേക്ക് നമ്മെ തന്നെ അർപ്പിക്കുക. ഡിവോട്ട് യുവർ സെൽഫ്. നമ്മെ തന്നെ ദൈവത്തിലേക്ക് അർപ്പിച്ച് കഴിയുമ്പോൾ ഈ നെഗറ്റീവ് കാര്യങ്ങളോ അല്ലെങ്കിൽ പൈശാചിക കാര്യങ്ങളോ നമ്മെ അടുത്ത് വരികയില്ല. അത് നമ്മിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ സോൾട്ടൈ മാറി അൺഹെൽത്തി നിന്നും നാം ഹെൽത്തിയിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. ഇനി രണ്ടാമതായിട്ട് നാം ചെയ്യേണ്ട കാര്യമാണ് ഡിക്ലെയർ. നാം പ്രഖ്യാപിക്കുക. എന്ത് പ്രഖ്യാപിക്കണം? നാം ആരാണെന്നുള്ളത് ഈ സോൾട്ടൈ അൺഹെൽത്തിയിലേക്ക് പ്രഖ്യാപിക്കുക. നമ്മുടെ കോൺഷ്യസിനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ഇന്ന വ്യക്തിയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയുള്ളതല്ല, എൻ്റെ സ്വഭാവം ഇതിൽ നിന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹം ഡിക്ലെയർ ചെയ്യുക. ഒരു ദൈവത്തിൻ്റെ പൈതലായി കഴിയുമ്പോൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും, ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, പിശാചെ നിൻ്റെ കുഞ്ഞല്ല ഞാൻ എന്ന് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഡിക്ലറേഷൻ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഒരു ഡിവോട്ട് യുവർ സെൽഫ്, നമ്മെ തന്നെ ഒന്ന് അർപ്പിച്ച് നാം ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ സോൾട്ടയിൽ നിന്നും, ഈ പറയുന്ന സ്പിരിച്വൽ സ്പൗസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഡിക്ഷനുകളിൽ നിന്നൊക്കെയും പുറത്തു വരുവാൻ ദൈവം നമ്മെ ഹെൽപ്പ് ചെയ്യും. വിശ്വസിക്കുന്നവർ ഇപ്പം തന്നെ ഡിക്ലെയർ ചെയ്യുക, ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, പിശാചെ നിൻ്റെ കുഞ്ഞല്ല എന്ന് ഒരു വാക്ക് പറയാൻ സാധിക്കുമെങ്കിൽ കൽപ്പിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. മൂന്നാമതായി റിനൗൺസ് ദ സ്പിരിറ്റ്. നാം പലതിനെയൊക്കെ ത്യജിക്കണം. ജീവിതത്തിൽ നമുക്ക് പലതിനോടും ആഗ്രഹം തോന്നാറുണ്ട്, പലതിനെ നാം ആഗ്രഹിക്കാറുണ്ട്, പലതിനെ ത്യജിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. സോ ഇന്ന് ഈ സ്പിരിറ്റിനെ റിനൗൺസ് ചെയ്യുക, നാം ത്യജിക്കുക. ഇനി ഈ ഒരു വ്യക്തി, നിങ്ങൾ ഇപ്പോൾ പറയുക, ഈ ഒരു വ്യക്തി
ഇസ് ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പ്രഖ്യാപിക്കുക. നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റിന് ഒരു ഓണർ ഉണ്ടായിരിക്കും. ആ റിയൽ എസ്റ്റേറ്റിൻ്റെ ഓണറിന് മാത്രമാണ് ആ എസ്റ്റേറ്റിന് മേലുള്ള അധികാരം. അതെ, ഇന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക, ഐ ആം ബിലോങ്സ് ടു ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെയാണ്, ഈ റിയൽ എസ്റ്റേറ്റ് ദൈവത്തിൻ്റെ ആണെന്ന് പ്രഖ്യാപിക്കുക. പലതിനെയും ത്യജിക്കുവാൻ നിങ്ങൾ ഇന്ന് മനസ്സ് വയ്ക്കുക. ഇത്തരത്തിൽ ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മളെ തന്നെ അർപ്പിക്കുക, രണ്ടാമതായി നമ്മൾ തന്നെ പ്രഖ്യാപിക്കുക, മൂന്നാമായിട്ട് ചിലത് ത്യജിക്കുക. പല ആഗ്രഹങ്ങളെയും നാം സാക്രിഫൈസ് ചെയ്ത് ത്യജിക്കാൻ ഇടയായിത്തീരുന്നുവെങ്കിൽ ഈ അൺഹെൽത്തി സോൾട്ടായി നമ്മളിൽ നിന്ന് മാറി ഒരു ഹെൽത്തി സോൾട്ടായി നമ്മളിൽ ഉളവാകുവാൻ ഇടയായിത്തീരും. അതെ, അതിനെ നാം ആഗ്രഹിക്കുക, അതിനെ നാം കാംക്ഷിക്കുക. ഇത്തരത്തിൽ ഈ 3 കാര്യം ചെയ്ത് കഴിയുമ്പോൾ സോൾട്ടായി നമ്മളിൽ നിന്ന് മാറും. ദൈവത്തിൽ വിശ്വാസം വയ്ക്കുമെങ്കിൽ ദൈവം നമ്മളെ വിടുവിക്കും. ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിലുള്ള വിശ്വാസം തന്നെ ഒരു ഡിവോഷനാണ്, ഒരു ഡിവോട്ടിയാണ്, നമ്മളെ തന്നെ അർപ്പിക്കുകയാണ്. ആ വിശ്വാസം തീർച്ചയായിട്ടും ചിലത് ഡിക്ലെയർ ചെയ്യുവാൻ, ചിലത് പ്രഖ്യാപിക്കുവാൻ, ചിലതിനെ ത്യജിക്കുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം അതിനോട് ഒരു അനൗൺസ്മെൻറ്റ്, ഒരു പ്രഖ്യാപനം ചെയ്യുവാൻ ഇടയാകട്ടെ. അപ്പോൾ സോൾട്ടയെക്കുറിച്ചും സ്പിരിച്വൽ സ്പൗസിനെ കുറിച്ചുമുള്ള ഒരു പ്രത്യേക വീഡിയോ നാം ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എപ്രകാരമാണ് ഒരു സോൾട്ടെ നിങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ലോകത്തിലൊരു സമാധാനവും ഈ ലോകത്തിലൊരു ക്രമസമാധാനവും ഉറപ്പുവരുത്തുവാൻ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ഒരു രാജ്യത്വം ഇവിടെ നമുക്ക് ഉളവാകേണ്ടതിനും ദൈവത്തിൻ്റെ ഒരു കരം ഈ ലോകത്ത് ഈ നടക്കുന്ന എല്ലാ ഇമ്മോറാലിറ്റിയും അതുപോലെ തന്നെ ഇൻജസ്റ്റിസിലും നടക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടാൻ എന്ന് പ്രാർത്ഥിക്കാം. ഈ ചെറിയ വീഡിയോയിലൂടെ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ നയിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.